മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിൽ കാർ ഓടിച്ചത് ഉമർ തന്നെയെന്ന് സ്ഥിരീകരിച്ച് DNA പരിശോധനാ ഫലം. ജമ്മുകാശ്മീരിലെ അൽഫല യൂണിവേഴ്സിറ്റിയിലും അന്വേഷണ സംഘം പരിശോധന തുടരുന്നു. മുസമ്മിലിന്റെയും ഉമറിന്റെയും ഡയറി കുറിപ്പുകൾ കണ്ടെടുത്തു. സ്ഫോടന പരമ്പരകൾക്ക് പദ്ധതിയിട്ടിരുന്നതായും ഡയറിയിൽ വിവരങ്ങൾ. ഡോക്ടർ ഉമർ ഭീകരാക്രമണം നടത്താൻ 3 വാഹനങ്ങൾ വാങ്ങിയതായും റിപ്പോർട്ടുകളുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നു. അതുല്യ, DNA ഫലത്തിൽ ഉമർ തന്നെയാണ് കാർ ഓടിച്ചതെന്നുള്ളൊരു പരിശോധനാ ഫലം വന്നിരിക്കുന്നു. അതുമാത്രമല്ല, ഡയറി കുറിപ്പുകളിൽ സ്ഫോടന പരമ്പരയ്ക്ക് പദ്ധതിയിട്ടിരുന്നതായും ഭീകരാക്രമണം നടത്താൻ 3 വാഹനങ്ങൾ വാങ്ങിയതായും റിപ്പോർട്ടുകളുണ്ട്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? അരുണിമ, ഡൽഹിയിൽ നടന്ന ഈ ഒരു ചെങ്കോട്ടയിലെ സുഭാഷ് മാർഗിൽ നടന്ന സ്ഫോടനത്തിൽ ആ കാറ് പൊട്ടിത്തെറിച്ച കാർ ഓടിച്ചിരുന്നത് ഡോക്ടർ ഉമർ മുഹമ്മദ് എന്നറിയപ്പെടുന്ന ഉമർ നബി തന്നെയാണ് എന്ന കാര്യത്തിലാണ് ഇപ്പോൾ സ്ഥിരീകരണം വന്നിരിക്കുന്നത്. ഉമറിന്റെ CCTV ദൃശ്യങ്ങൾ, ഉമർ കാർ ഓടിച്ചു പോകുന്ന CCTV ദൃശ്യങ്ങളെല്ലാം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നെങ്കിലും ഈ ശാസ്ത്രീയമായുള്ള ഒരു പരിശോധനാ ഫലം കൂടി ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഉമറിന്റെ മാതാവിൽ നിന്നും സഹോദരനിൽ നിന്നും നേരത്തെ DNA സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ പൂർണ്ണമായും കത്തി നശിച്ച കാറിനുള്ളിൽ നിന്ന് ആകെ ലഭിച്ചത് ചില ശരീരഭാഗങ്ങളും അസ്ഥി കഷ്ണങ്ങളും അതുപോലെ തന്നെ പല്ലുകളും മാത്രമാണ് ഈ കാറിൽ നിന്ന് ലഭിച്ചത്. ഈ 3 അതായത് ചില ശരീരഭാഗങ്ങൾ, പല്ലുകൾ, അസ്ഥി കഷ്ണങ്ങൾ, ഇവ 3ഉം DNA പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. ആ പരിശോധനാ ഫലം ഇന്ന് വന്നപ്പോൾ ഉമറിന്റെ സഹോദരന്റെ DNAയുമായി 100% ഇത് മാച്ച് ചെയ്യുന്നുണ്ട് എന്ന് കണ്ടെത്തി. ഇതോടെയാണ് ഇപ്പോൾ ഉമർ തന്നെയാണ് കാർ ഓടിച്ചത് എന്നുള്ള കാര്യത്തിൽ അത് ശാസ്ത്രീയമായി തന്നെ സ്ഥിരീകരണം വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഉമർ തൻ്റെ പേരിൽ 3 കാറുകൾ, ഈ സ്ഫോടക വസ്തുക്കളുടെ ശേഖരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൊണ്ടുപോകുന്നതിനും അതുപോലെ തന്നെ ഭീകരാക്രമണ പദ്ധതികളുടെ ആസൂത്രണത്തിനായി വിവിധ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനുമായി 3 കാറുകൾ വാങ്ങിച്ചിരുന്നു എന്ന് കണ്ടെത്തിയിരിക്കുന്നു. അതിൽ ഇന്നലെ പരാമർശിച്ചിരുന്ന ഒരു ചുവന്ന എക്കോസ്പോർട്ട് കാറ് കൂടി ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. ആ എക്കോസ്പോർട്ട് കാറ് ഉമർ ഈ പൊട്ടിത്തെറിച്ച ഹ്യൂണ്ടായി i20 എന്ന കാറ് വാങ്ങിച്ച അതേ കടയിൽ നിന്ന്, അതായത് റോയൽ കാർ സോൺ എന്ന് പറയുന്ന അതേ കടയിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചിരിക്കുന്നതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഈ ചുവന്ന എക്കോസ്പോർട്ടിലാണ് സ്ഫോടക വസ്തുക്കൾ ഫരീദാബാദിലേക്കും അതുപോലെ തന്നെ ഫരീദാബാദിൽ നിന്ന് നേരത്തെ സ്ഫോടക വസ്തുക്കളുടെ ഒരു ശേഖരം പിടികൂടിയിരുന്നു. അവിടേക്കെല്ലാം ഇത് കൊണ്ടുപോയിരുന്നത്, അതായത് കൈമാറ്റം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയിരുന്നത് ഈ ചുവന്ന എക്കോസ്പോർട്ട് കാറിലാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മറ്റൊരു വിവരം ഇന്ന് പുറത്തു വരുന്നത്, ജമ്മു കശ്മീരിലെ 13 ഇടങ്ങളിൽ NIAയുടെ പ്രത്യേക അന്വേഷണ സംഘം റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ പുൽവാമയും അതുപോലെ തന്നെ ഇവരുടെ ഇപ്പം നിലവിൽ പിടിയിലായിട്ടുള്ള 6 ഡോക്ടർമാരുണ്ട്. അൽഫല യൂണിവേഴ്സിറ്റിയിലും അതുപോലെ തന്നെ അനന്തനാഗ് മെഡിക്കൽ കോളേജിലുമായിട്ടുള്ള 6 ഡോക്ടർമാർ ഇതുവരെ പിടിയിലായിട്ടുണ്ട്. ഈ 6 ഡോക്ടർമാരിലെ കശ്മീർ സ്വദേശികളായവരുടെ വീട് അതുപോലെ തന്നെ അവർ ജനിച്ചു വളർന്ന സ്ഥലമൊക്കെയാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. അവിടെ 13 ഇടങ്ങളിൽ റെയ്ഡ് തുടരുകയാണ്. അതുപോലെ തന്നെ അൽഫല യൂണിവേഴ്സിറ്റിയിലും റെയ്ഡ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അൽഫല യൂണിവേഴ്സിറ്റിയിലാണ് ഡോക്ടർ മുസമ്മിൽ ഷക്കീൽ, അതുപോലെ തന്നെ ആദിൽ റാവുത്തർ, അതുപോലെ ഡോക്ടർ ഷഹീന സയ്യിദ്, ഡോക്ടർ ഉമർ നബി എന്നീ 4 പേരും ജോലി ചെയ്തിരുന്നത് അൽഫല മെഡിക്കൽ കോളേജ് യൂണിവേഴ്സിറ്റിയിലാണ്. അവിടെ നടത്തിയ തിരച്ചിലിൽ ഡോക്ടർ ഉമറിൻ്റെയും മുസമ്മിൽ ഷക്കീലിൻ്റെയും ഡയറി കുറിപ്പുകൾ കണ്ടെത്തിയിട്ടുണ്ട്. വളരെയധികം നിർണായകമായതും അതുപോലെ തന്നെ ഞെട്ടിക്കുന്നതുമായിട്ടുള്ള വിവരങ്ങളാണ് ഈ ഡയറി കുറിപ്പുകളിൽ ഉള്ളത് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ വെളിപ്പെടുത്തൽ. വിവിധ ഇടങ്ങളിൽ ഭീകരാക്രമണം നടത്താൻ ഇവർ പദ്ധതി ഇട്ടിരുന്നു എന്നാണ് ഈ ഒരു ഡയറി കുറിപ്പിൽ നിന്ന് വ്യക്തമാകുന്നത്. പലയിടങ്ങളിലും കോഡ് വാക്കുകൾ ഉപയോഗിച്ചാണ് ഈ ഡയറി കുറിപ്പുകൾ എഴുതിയിരിക്കുന്നത്. എന്നാലും വിവിധ ഇടങ്ങളിൽ ഓപ്പറേഷൻ എന്ന വാക്കും മിഷൻ എന്ന വാക്കുകളും ആവർത്തിച്ചു വരുന്നതായി NIA കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ 6 ഇടങ്ങളിലായി, നഗരത്തിൽ 6 ഇടങ്ങളിലായി ഒരേ സമയം ഒരു സ്ഫോടന പരമ്പര നടത്താനായിരുന്നു ഇവരുടെ പദ്ധതി എന്നാണ് നിലവിൽ ഈ ഒരു ഡയറി കുറിപ്പുകളിൽ നിന്ന് NIA ഒരു നിഗമനത്തിൽ എത്തിയിരിക്കുന്നത്. ഈ ഡയറി കുറിപ്പുകൾ കൂടുതൽ ശാസ്ത്രീയവും അതുപോലെ തന്നെ സാങ്കേതികമായിട്ടുള്ള കൈയക്ഷരം ടെസ്റ്റ് ചെയ്യുന്നതടക്കമുള്ള ഹാൻഡ് പ്രൂഫിംഗ് അടക്കമുള്ള നിരവധി ടെസ്റ്റുകൾക്ക് വിധേയമാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഡീകോഡിംഗ് നടത്തേണ്ടതുണ്ട്. എന്നാൽ പ്രാഥമികമായി ആ ഡയറി കുറിപ്പുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് നഗരത്തിലെ 6 ഇടങ്ങളിൽ ഒരേ സമയം സ്ഫോടനം നടത്തിക്കൊണ്ട് ഒരു സ്ഫോടന പരമ്പരയ്ക്ക് തന്നെയാണ് ഇവർ പദ്ധതി ഇടുന്നുണ്ടായിരുന്നത് എന്നാണ് ഇപ്പോൾ ഈ ഒരു ഡയറി കുറിപ്പുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്തായാലും ഈ കാൺപൂരിൽ ഈ അൽഫല യൂണിവേഴ്സിറ്റിയിലെ പരിശോധനയ്ക്ക് പിന്നാലെ അതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു കാൺപൂരിൽ നിന്ന് മറ്റൊരു മെഡിക്കൽ വിദ്യാർത്ഥി, ഡോക്ടർ ആരിഫ് എന്ന് പറയുന്ന ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയെ കൂടി ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ മെഡിക്കൽ വിദ്യാർത്ഥിയെ കൂടി കസ്റ്റഡിയിൽ എടുത്തതോടെ നിലവിൽ കസ്റ്റഡിയിലുള്ള ഡോക്ടർമാരുടെ എണ്ണം 6 ആയിട്ടുണ്ട്.
15-ലധികം പേരെ ഇതുവരെ ഈ ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് മാത്രം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ 6 ഡോക്ടർമാരാണ് ഇപ്പോൾ കസ്റ്റഡിയിലായിട്ടുള്ളത്. അതിൽ അവസാനത്തെ ആളാണ് ഈ കാൺപൂരിൽ നിന്ന് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ള ഡോക്ടർ ആരിഫ് എന്ന് പറയുന്ന മെഡിക്കൽ വിദ്യാർത്ഥി. എന്തായാലും ഇവരുടെ എല്ലാം ചോദ്യം ചെയ്യലും പുരോഗമിച്ചു വരികയാണ്. കൂടുതൽ ഡയറി കുറിപ്പുകളും അതുപോലെ തന്നെ ഫോൺ രേഖകളും എല്ലാം തന്നെ ഇനിയും കൂടുതൽ വിശകലനങ്ങൾക്ക് വിധേയമാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ CCTV ദൃശ്യങ്ങളും കൂടുതൽ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഈ സ്ഫോടനം നടന്ന ലാൽ കിലോ മെട്രോ സ്റ്റേഷൻ അനിശ്ചിത കാലത്തേക്ക് അടച്ചിട്ടതായി ഡൽഹി മെട്രോ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ലാൽ കിലോ മെട്രോ സ്റ്റേഷൻ പ്രവർത്തിക്കുകയില്ല എന്നും യാത്രക്കാർ മറ്റ് മാർഗങ്ങൾ സ്വീകരിക്കണം എന്നും ഡൽഹി മെട്രോ റെയിൽ അതോറിറ്റി ഔദ്യോഗികമായ ഒരു അറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിൽ പുറത്തു വന്ന വിവരങ്ങൾ എന്തായാലും വലിയൊരു ഭീകരാക്രമണ പരമ്പരയിലേക്ക് തന്നെ ഇവർ പദ്ധതി ഇട്ടിരുന്നതായാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വ്യക്തമാണ്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് അതുല്യ രാമചന്ദ്രനാണ്.